നീ എന്താടേ ചിന്തിക്കുന്നേ? ഏയ് ഒന്നുമില്ല. ഡാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ആ, നിനക്ക് ആദിയെ ഇഷ്ടാണോ? ഏതാദി? അല്ല, നിന്റെ മുറപ്പെണ്ണാദി. നീ എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, നീ പറ. ഇല്ല എന്നാ ഞാൻ നോക്കിക്കോട്ടെ. നോ. അതെന്താ? നീ നോക്കണ്ട എന്ന് പറഞ്ഞാൽ നോക്കണ്ട. പട്ടി പുല്ല് തിന്നൂല്ല, എന്നാ പശുവിനെ കൊണ്ട് തീറ്റിക്കൂല. അല്ല, നിന്നെ അന്വേഷണം എവിടെ വരെയായി? നടക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തണം. ഇനി അവരെ വളരാൻ സമ്മതിച്ചുകൂടാ. ഇവരെന്താ ഇത്രയും ദിവസം പട്ടിണിയായിരുന്ന? പുല്ല്, ഇവരെ കൊണ്ട് വരണ്ടായിരുന്നു. പണി ഇരുന്ന് വാങ്ങിയതാ. എന്നാ ശരി ചേച്ചി, ഞങ്ങൾ പോട്ടെ. എന്നാ സുഖ ഓസിന് കഴിച്ചപ്പോൾ. ഇനിയും ഇതുപോലത്തെ കസ്റ്റമേഴ്സ് ഉണ്ടോ? പിന്നെ അല്ലാതെ ഒരുപാടുണ്ട്. നമ്മുടെ അരച്ചാൻ ഒരുപാട് ഫാൻസ് അസോസിയേഷൻ ഉണ്ട്. ഓ ഡി, നീ പി ജി എവിടെ ചെയ്യണേ? അറിയില്ല. നീ എന്നാ എൻ്റെ കോളേജിലാ പി ജി, നീ അവിടെ എടുക്ക്. നമ്മൾ രണ്ടുപേരാണെങ്കിൽ പൊളിക്കും. ഓക്കെ, സെറ്റ്. ഈ വരുന്ന മൺഡേ ക്ലാസ് തുടങ്ങും. നീ ഇന്ന് നേരത്തെ ആണല്ലോടാ? ആമമ്മ, സ്റ്റേഷനിൽ നിന്ന് നേരത്തെ ഇറങ്ങി. ആരൂ? നീയോ? നീ എന്താ ഇവിടെ? അതെന്താ, എനിക്ക് ആരുവിനെ കാണാൻ വന്നൂടെ? ഇതാരടി ഈ കുട്ടി? ഏതോ അത് അന്നമ്മയുടെ സഹോദരൻ്റെ മോളാ. ഹായ് ഗായ്സ്, നീയും ഉണ്ടായിരുന്നോ? രണ്ടുപേരും എന്ന് ലാൻഡായി? ഇന്നലെ. നിങ്ങൾ പോയി ഫ്രഷ് ആയി വാ മക്കളെ. അല്ല ഇത്, ഓ ഇതാണ് ആരിച്ചായ മുറപ്പെണ്ണ്. അതിന് ഇവളെന്തിനാ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കണേ? കാരണം അവൾക്ക് ആരിച്ചാൻ ഇഷ്ടമാണ്. ഓ ഹായ്, ഐ ആം അലൻ. ഓ ഐ ആം മധുർവ. യുവർ ഐസ് ആർ ബ്യൂട്ടിഫുൾ. അത് നീ ഭംഗിയുള്ള കണ്ണ് കാണാത്തോണ്ടാ. ഹലോ മത്തങ്ങാത്തലെ. ഇങ്ങേരിപ്പം എന്തിനാ എന്നെ നോക്കി പഠിപ്പിക്കുന്നേ? നിങ്ങൾക്ക് മാത്രമല്ല, എനിക്ക് നോക്കാൻ അറിയാം. മമ്മ, ഫുഡ് എടുത്ത് വെക്കും, ഞാൻ ഫ്രഷ് ആയി വരാം. അപ്പോൾ ഈ പിശാച് ലാൻഡായി ഉടനെ മറ്റേ പിശാച് ലാൻഡാവും, അത് ഉറപ്പാ. ആദി, നീ ഒന്ന് വന്നേ, ഒരു കാര്യം പറയുന്നുണ്ട്. നീ പറഞ്ഞോ, നീ റൂമിലോട്ട് വാ. നിനക്ക് എന്താടാ പറ്റിയേ? അവളെ മറ്റാൾ നോക്കുമ്പോൾ എന്തിനാ നിനക്ക് ഇത്ര ദേഷ്യം? അവളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തിനാ നീ ഇത്ര സന്തോഷിക്കുന്നേ? ഡു യു ലവ് ഹർ? യാ, ഐ ലവ് ഹർ. എന്താടി, എന്താ നിനക്ക് പറയാനല്ലേ? എന്താടി എന്നാ? നിനക്ക് വന്ന പിശാചിനെ അറിയാഞ്ഞിട്ടാ. അതിന് ഞാൻ എന്നാ വേണം? അതിന് നീ ഒന്നും വേണ്ട. ഈ വന്ന പിശാചിനെ ഒരു അനിയത്തിയുണ്ട്, ഡ്രാക്കുള്ളക്ക് പരിണാമം സംഭവിച്ചല്ലോ. അതെന്താടി, അവളെ കാണാൻ കൊള്ളില്ലേ? ആടി, ആ പിശാചിന് അവളൊരു വൃത്തികെട്ട മുതലാ. കാണാനൊരു മെനയും ഇല്ല. മുഖത്ത് കുറേ പുട്ടിയും വാരി പുഷി ആളുകളെ പട്ടിച്ചടക്കുക. ഓ പിന്നില്ലേ, അവൾക്ക് ആദിച്ചാൻ ഇഷ്ടാടി. വാട്ട്? ആ കോഴിക്കുഞ്ഞിനെ? ആടി, അല്ല അതിന് നിനക്കെന്താ? അതല്ല, ഡ്രാക്കുളൻ്റെ മുഖമുള്ളവളെ നീ നിന്നെ നാത്തൂനാക്കുമോ? അത് നമ്മുടെ കുടുംബത്തിന് ചേർന്ന പരിപാടിയാണ്. അതുമല്ല, അവളുടെ സ്വഭാവം അത് കുറുക്കൻ്റെ അടി. അതെന്ത് സ്വഭാവ? അതോ, അവൾ ഭയങ്കര കൗശലക്കാരിയടി.
അവൾ എങ്ങാനും നിന്റെ നാത്തൂനായ പിന്നെ നിന്റെ കാര്യം അത് കട്ട പുകയാ മോളെ. എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം, നീ എന്നെ നാത്തൂനായിക്കോ, അവ പ്രശ്നം തന്നില്ല. അത് നല്ലൊരു ഐഡിയ. മനസ്സിലായല്ലേ? ഇങ്ങനെ നിന്റെ വളിച്ചൊടിച്ചുള്ള സംസാരം കേട്ടപ്പോഴേ മനസ്സിലായി. ഡീ എങ്ങനെയെങ്കിലും സെറ്റാക്കി താടി. നമുക്ക് നോക്കാം. ഡീ അവളെന്ത് നോട്ടാ അയച്ചാനെ നോക്കുന്നേ? അതിന് നിനക്കെന്താടി? നിനക്കൊന്നുമില്ലേ? എനിക്കെന്ത്? നിനക്കൊന്നുമില്ല പിന്നെ എനിക്കെന്താ? അവളെന്തിനാ അവനിൽ ഒട്ടിയിരിക്കുന്നത്? എന്തോ ഒരു സംസാരം. അവൾക്ക് ഇങ്ങനെ എന്നോട് സംസാരിക്കാൻ വയ്യ. അവൻ്റെ വിളിക്കായി ഞാൻ കാത്തിരിക്കണം. വീട്ടില്ല ഞാൻ നിന്നെ വെറുതെ. ആദി, ഡി ആദി എഴുന്നേൽക്ക്. ഇന്നാ കോളേജ് തുറക്കുന്നത്. ആരാ കോളേജ്? ഏത് കോളേജ്? എൻ്റെ അച്ഛൻ്റെ കോളേജ്. എനിക്കൊരു പട്ടി. എന്താടി പോപ്പേ? പോയി ഫ്രഷായി വാടി. അല്ല, നിങ്ങൾ എങ്ങനെ പോകുന്നേ? ബുള്ളറ്റ്. ആരുടെ ബുള്ളറ്റ്? ഇച്ചായൻ്റെ. നോ, എന്റെ വണ്ടി ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. ഓ അവൻ്റെ ഫ്രണ്ട് ജോക്കടത്തുണ്ട്. നിന്റെ വണ്ടി തുരുവ പിടിച്ച് പട്ടോരടും. എന്ത്? ഏയ് ഒന്നുമില്ല. നിങ്ങൾ എന്റെ കൂടെ പോര്, ഞാൻ ഇറക്കാം. അയ്യോ വേണ്ടായിരുന്നു. എന്റെ ശരീരം ബുദ്ധിമുട്ടാവൂലേ? എന്താണ് നീ പറയുന്നേ? എന്റെ പൊന്നോ വരാന്ന്. तड़पाए मुझे तेरी सभी बातें, एक बार है दीवानी, झूठा ही सही प्यार तो कर। मैं भूला नहीं हंसी मुलाकातें, बेचैन करके मुझको मुझसे यूं ना फेर नजर। കോളേജ് എത്തി, നിങ്ങൾ ഇറങ്ങാം. ഓക്കെ ബൈ ചായ. ഓക്കെ ബൈ. ഇങ്ങേർക്ക് എന്നോട് ബൈ പറയാനാ മടി. പട്ടിത്തിന് ചേച്ചാ തൂ തൂ തൂ. ഡി വാടി. ആ ഡാ അങ്ങോട്ട് നോക്കടാ, രണ്ട് കിളുന്ത് പെണ്ണുങ്ങള്. ഡാ മറ്റവളെ നോക്ക്, എന്റെ പൊന്നെ എന്ത് ഭംഗിയാണ് അവളെ കാണാൻ. അതെ ഒന്നിങ്ങ് വന്നേ. എന്താ ചേട്ടാ? ഇതാരാ? പെങ്ങളാ? പെങ്ങളെന്താ ഇവിടെ? യാരിത്? എൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ചേട്ടനാ. സുഖല്ലേ ചേട്ടാ? സുഖാണ് പെങ്ങളെ. ഞങ്ങളെന്നാ ക്ലാസ്സിലോട്ട് പൊക്കോട്ടെ? അതിനെന്താ, പെങ്ങള് പൊക്കോ. നീ എന്തിനാണ് അവരെ വിട്ടേ? നല്ല കിടിലൻ പെണ്ണ്. ഒന്ന് പോടാ, വഴിയെ പോണ പണി ഇരുന്ന് വാങ്ങാൻ എന്നെ കൊണ്ടൊന്നും വയ്യ.